ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. തിരുവനന്തപുരത്തെ വക്കീൽ ഓഫീസിലെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എപ്പോഴാണ് രാഹുൽ തിരുവനന്തപുരത്ത് എത്തിയത്? അവിടെ നിന്ന് എവിടേക്കാണ് പോയെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? ഉന്മേഷ്, ഇന്നലെ പുലർച്ചെ 3:13 ഈ ലൈംഗിക പീഡന പരാതിയിന്മേൽ വലിയമല പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ കേസെടുക്കുന്നത്. അതിന് പിന്നാലെ വളരെ തിടുക്കപ്പെട്ട നീക്കങ്ങൾ പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെ തിരുവനന്തപുരം വഞ്ചൂർ കോടതി പരിസരത്തുള്ള ഇദ്ദേഹത്തിന്റെ അഭിഭാഷകന്റെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് തൊട്ടുമുമ്പുള്ള നീക്കം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. അതായത് എം.എൽ.എ. ഇന്നലെ പാലക്കാടാണ്, കോയമ്പത്തൂരാണെന്ന പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. എന്നാൽ അതല്ല, പകരം ഇന്നലെ രാവിലെ ഏതാണ്ട് 10 മണിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വഞ്ചൂർ കോടതി പരിസരത്തുള്ള അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്തിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്ന വിവരം. മാത്രമല്ല, അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. പോലീസ് ഇന്നലെ ഉച്ചയോടുകൂടി ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വഞ്ചൂർ പരിസരത്ത് കാര്യമായിട്ടൊരു അന്വേഷണം നടത്തിയതായും നിലവിൽ ഇപ്പോൾ പുറത്തേക്ക് ഒരു വിവരം വരുന്നുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നത് ബുധനാഴ്ചയാണ്. ആ ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയുക. ഏതായാലും നിലവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അദ്ദേഹം ഒളിവിൽ കഴിയുകയാണ്. പക്ഷേ ഇന്നലെ വളരെ നിർണായകമായ വിവരങ്ങൾ പുറത്തുവന്ന നീക്കങ്ങൾ നടന്ന ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.